നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു തന്റെ ദാസന്മാരോട് പറഞ്ഞ വാക്കില്ല തഖ്നതു, നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ നിരാശരാകരുത്. യാക്കോബ് നബി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞില്ല തൈഅസു, നിങ്ങൾ നിരാശപ്പെടരുത്. യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി തന്റെ സഹോദരൻ ബിന്യാമീനോട് പറഞ്ഞത് ലാ തബ്തഇസ്, നീ ഒരിക്കലും നിരാശപ്പെടരുത്. ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ലാ തഖഫ്, നീ ഭയപ്പെടരുത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത് ഒരിക്കലും ലാ തഹ്സൻ, അങ്ങ് വേദനിക്കരുത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വേദനിക്കരുതെന്നും, അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട അനുജൻ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബിയോട് തന്റെ മക്കളോട് നിങ്ങൾ നിരാശപ്പെടരുത് എന്നും, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരനോട് നിരാശപ്പെടരുത് എന്നും, മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായി വരുന്ന മൂസ നബിയോട് ഒരിക്കലും പേടിക്കരുതെന്നും അള്ളാഹു തന്റെ ദാസന്മാരോട് നിങ്ങൾ നിരാശരാകരുതും എന്നും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലേശങ്ങൾ വരുമ്പോ എന്തിന് സങ്കടപ്പെടണം? പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ എന്തിന് സങ്കടപ്പെടണം? നമ്മൾ എന്തിന് ഭയപ്പെടണം? എന്തിനാണ് ഞാനും നിങ്ങളും വല്ലാതെ സങ്കടത്തിന്റെ പാരമ്യതയിലെത്തിയിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് സങ്കീർണമായ നൂറ് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ചില സൂചനകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മിക്ക കാര്യങ്ങളെയും അല്ലാഹു തആല അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് തന്റെ ദാസന്മാരോട് പറഞ്ഞത് ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാ നമ്മൾ. അറിഞ്ഞും അറിയാതെയും നിരവധി പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. എണ്ണമറ്റ പാപങ്ങൾ കടലിന്റെ നുരയേക്കാൾ, സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ ആ കരയിലൂടെ തിരമാലകൾ അടിച്ചു വീശുന്ന സമയത്ത് പതഞ്ഞു പൊന്തുന്ന ഓരോ നുരയേക്കാൾ പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു, ഏറ്റവും വലിയ പാപികളോട് അള്ളാഹ് പറയുന്നത് ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതെപ്പോഴാ അള്ളാഹു പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു സുമറിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? കൂമ്പാരമായി പാപങ്ങൾ ചെയ്ത മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്. ഒരുപാട് തിന്മകൾ ചെയ്തു പോയ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാ, പാപത്തിന് അതിരുകളില്ലാതെ, പാപത്തിന് പരിധികളില്ലാതെ, പാപങ്ങളുടെ രഥത്തിലേറിയിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനോടല്ല പറയുകയാണ്, ഖുൽ യാ ഇബാദി, നബിയെ അങ്ങ് പറയുക, ജനങ്ങളോടങ്ങ് പറയുക. എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറയണേ റസൂലേ. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ പ്രിയ മുസമ്മിലെന്നും മുദ്ദസ്സിറെന്നും ത്വാസീനെന്നും വിളിക്കുമ്പോഴല്ല, യാസീനെന്ന് വിളിക്കുമ്പോഴല്ല, അല്ലയോ പ്രവാചകരെ, അല്ലയോ നബിയെ എന്ന് വിളിക്കുമ്പോഴല്ല, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്കേതെന്നറിയോ? ലോകത്ത് അല്ലാഹു പ്രവാചകന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനങ്ങൾ രണ്ടാ. ഇന്ന് വരെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത, ആർക്കും ഇന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു പ്രവാചകന് സമ്മാനിച്ചു. ഏതെന്നറിയോ? ഒന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ആ ഖുർആനെ അല്ലാഹു നബിതങ്ങൾക്ക് കൊടുത്തപ്പോ അല്ലാഹു എന്താണ് ഖുർആനിലൂടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് പിന്നെ കൊടുത്ത വലിയ സമ്മാനമേതാ? ഇന്ന് ജൂത പരിശകൾ അമ്മാനമാടുന്ന, ഇന്ന് ജൂത പിശാചുകൾ കയ്യേറിയിട്ട് മുസ്ലിമിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ ആകാശവാതിലുകൾ കീറിയിട്ട് അല്ലാഹുവിന്റെ സുഗലോലുപ സ്വർഗത്തിലേക്ക് പോയ മിഅ്റാജ് ഉണ്ടല്ലോ, അവിടം വരെ പരിശുദ്ധമായ ഹറമിൽ
ഹറമിൽ നിന്ന് യാത്ര ചെയ്ത ഇസ്രാ ഉണ്ടല്ലോ, ആ നിശാ പ്രയാണവും വാനാരോഹണവും അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുമ്പോൾ അത് സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു പറയുന്നത് ഏത് വാക്ക് കൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആനും ഇസ്രാവുമാണെങ്കിൽ അതേ രണ്ട് സമ്മാനങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ടാ പറയുക. കാരണം ഏറ്റവും വലിയ സമ്മാനം കിട്ടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടല്ലേ വിളിക്കുക. അല്ലാഹു ഖുർആന്റെ വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞതെന്തെന്നറിയോ? സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ടല്ലോ. അൽഹംദുലില്ലാഹ് അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. ആരാണ് വിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾക്ക് കൊടുത്തതെന്നറിയോ? അത് അല്ലാഹുവാണ്. അവനാണ് സർവസ്തുതികളും എന്ന് അല്ലാഹു തന്നെ പറയുകയാ. ആർക്കാണ് ഖുർആൻ കൊടുത്തത്? എന്റെ മുഹമ്മദിനം എന്നല്ല പറഞ്ഞത്, എന്റെ അഹ്മദ്, എന്റെ യാസീനം എന്നല്ല പറഞ്ഞത്, എന്റെ ത്വാസീനത്, എന്റെ നബിക്കും എന്നല്ല പറഞ്ഞത്, എന്റെ റസൂലിനും എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ? അത് തന്നെയാണ് മുസ്തഫായ നബിതങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു ഏറ്റവും വലിയ സമ്മാനമാകുന്ന ഖുർആൻ കൊടുത്തപ്പോൾ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അലാ അബ്ദിഹി, തന്റെ ദാസന് ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവാണ് സർവസ്തുതിയപ്രേ. ഇനി നിങ്ങൾ നോക്ക്, ഇസ്രാന്റെയും മേറാജിന്റെയും കഥ പറയുന്ന ഖുർആൻ. ഇസ്രാ എന്ന അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ അസ്റാ ബിഅബ്ദിഹി. തന്റെ ദാസനായ മുഹമ്മദിനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാ പ്രയാണം നടത്തിയവന് എത്ര പരിശുദ്ധനാ. എന്റെ പെട്ട ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, വഅള് കേൾക്കാൻ വരുന്നത് വഅള് കേൾക്കാനാണ്, കറങ്ങി നടക്കാനല്ല. ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസിൽ വന്നിരിക്കാൻ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വന്നതാണ്. ആ ഒരു ചിന്തയോടെ കടന്നു വന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, വിളിച്ചു പറയൂ നബിയേ. ആരെയാ വിളിക്കേണ്ടത്? കള്ളുകുടിയനെ, പെണ്ണ് പിടിയനെ, പലിശക്കാരനെ, മദ്യപാനിയെ, ഏവനെയും നിങ്ങൾ വിളിക്കൂ നബിയേ. ഇവിടെ പാപത്തിന്റെ പാപമംഗിലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിക്കൂ നബിയേ. എന്താ വിളിക്കേണ്ടത്? ഖുർആൻ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ വിളിച്ച വാക്കുകൊണ്ടാ, ഇസ്രാ കൊടുത്തപ്പോൾ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ വാക്കുകൊണ്ടാ. ആ വാക്കേതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, സൂറത്തു സുമർ, യാ ഇബാദി. അല്ലാഹു എത്ര സ്നേഹമുള്ളവനാ, അല്ലാഹു എത്ര കരുണയുള്ളവനാ, അല്ലാഹു എത്ര അലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. നമ്മളെ ചേർത്ത് വിളിച്ച് പേര് കേൾക്കണേ, യാ ഇബാദി, യാ ഇബാദി. എന്റെ ദാസനെ, എന്റെ ദാസനെ, എന്റെ ദാസനെ. ഇതേ പേരല്ലേ തേവലക്കരക്കാരാ അല്ലാഹുവിന്റെ ഹബീബിന് ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞത്? ഇതേ വാക്കല്ലേ നിബിതങ്ങൾക്ക് ഇസ്രാ കൊടുത്തപ്പോ പറഞ്ഞത്? എന്നിട്ട് അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദി, എന്റെ ദാസന്മാരെ. എങ്ങനെയുള്ള ദാസന്മാരാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, ശരീരങ്ങളോട് തിന്മ ചെയ്തു പോയ, തെമ്മാടിത്തരം കാണിച്ച, ആഭാസത്തരം കാണിച്ച, തോന്നിയാസം കാണിച്ച, ധിക്കാരങ്ങൾ കാണിച്ച മനുഷ്യ. അല്ലാഹുവിന്റെ ഹബീബേ അവരെ വിളിച്ചിട്ട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സർവ്വ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കും. അല്ലാഹുവിന്റെ ഖുർആൻ ഒന്നാമതായി നമ്മൾ ക്ലേശത്തിൽ പടയ്ക്കപ്പെട്ടവരാണ്, നമ്മൾ പ്രയാസപ്പെടേണ്ടവരാണ് എന്ന് ഖുർആൻ സത്യം ചെയ്ത്, പിതാവിനെയും മകനെയും കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹ് പറഞ്ഞത്, പിതൃ മക്കൾ തമ്മിലുള്ള ഗാഠമായ ബന്ധം പോലെ മനുഷ്യൻ ക്ലേശങ്ങളുടെ കൂടെ പുറപ്പാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, എന്നാലും നിങ്ങൾ പേടിക്കണ്ട,
നിങ്ങൾ നിരാശപ്പെടണ്ട. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യം സൂറത്തു സുമറിലൂടെ ഇത് പറയുന്നത് തിന്മ ചെയ്ത മനുഷ്യരോടാണ്. തെറ്റ് ചെയ്തിട്ട് കള്ളുകുടിയനായി നമ്മളൊക്കെ നാടുകളിലെ കള്ളുകുടിയന്മാർ പെരുകുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ്. ചേർത്ത് നിർത്തിയിട്ട് ഏതുപോലെ നമുക്ക് കഴിയോ? അള്ള വിളിച്ച പേരെന്താ? കള്ളുകുടിയനെ യാ ഇബാദി. നമ്മളാണെങ്കിലോ പോടാ നിന്റെ ജോലി നോക്കി എന്നാണ് വിളിക്കുന്നത്. അവനെ കല്യാണത്തിന് പങ്കെടുപ്പിക്കൂല, അവനൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കൂല. കാരണം എന്താ? കള്ളുകുടിയനായി. അവൻ പിന്നെ സമൂഹത്തിൽ കുടിയോടുകൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ ഒന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഏതുപോലെ? നമ്മൾ അടുപ്പിക്കുന്നത് അള്ള അടുപ്പിച്ചത് കൊണ്ടല്ലേ. അള്ള വിളിച്ചത് യാ ഇബാദി, എന്റെ ദാസന്മാരെ. അങ്ങനെ അടുപ്പിച്ച് നിർത്തിയാൽ ആ മനുഷ്യർ പിന്നെ തെറ്റ് ചെയ്യോ? നിരാശപ്പെടേണ്ട ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. പക്ഷെ നമുക്കങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവണം. ഇമാം മുസ്നി റഹിമഹുല്ല ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. എപ്പോഴാ? ഷാഫി റഹിമഹുല്ല സക്കറാത്തിന്റെ ഹാലിലാണ്. ഷാഫി റളിയല്ലാഹു തആല ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ഇമാം മുസ്നി കാണാൻ വേണ്ടി പോവാൻ. ആ സമയത്ത് മുസ്നി ഇമാം ചെന്നിട്ട് അടുത്തിരുന്നിട്ട് ചോദിച്ചു ഷാഫി ഇമാമിനോട്, എങ്ങനെയുണ്ട് ഹാലുകൾ, എങ്ങനെയുണ്ട് അഖ്ബാർ എന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോ. മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഷാഫി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദ്ഹബിന്റെ ഇമാമല്ലേ? സഹോദരങ്ങളെ, ലക്ഷക്കണക്കായ ഹദീസുകളും മനപ്പാഠം ചെയ്ത മുഹദ്ദിസായ ഫഖീഹായ മഹാനായ ഇമാമുനാ ഷാഫി റഹിമഹുല്ലാഹ്. സഹോദരങ്ങളെ, ഇമാം മാലിക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. മരിക്കാൻ നേരത്ത് ഇമാം മുസ്നി റഹിമഹുല്ലയോട് പറഞ്ഞതെന്തെന്നറിയോ? എങ്ങനെയുണ്ട്? ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, സുഖമുണ്ടോ, അസുഖം എങ്ങനെയാണ്? ആ സമയത്ത് ഇമാമുനാ ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ, അസ്ബഹതു മിനദ്ദുനിയാ റാഹിലാ. ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാ. വലി ഇഖ്വാനി മുഫാരിഖാ. എന്റെ കൂട്ടുകാരോട് വിട പറഞ്ഞിട്ട്, എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ കാണാൻ പോവുകയാ. ഇതാരാണ് പറയുന്നത്? കള്ളു കുടിച്ച് നടന്ന ഒരാളിന്റെ കഥയല്ല സഹോദരങ്ങളെ. സൂഫി ചക്രവാളത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി അറിയപ്പെടുന്ന, അള്ളാഹുവിന്റെ ദീനിന്റെ അകക്കാമ്പ് തൊട്ടെറിഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ അഇമ്മത്തുൽ അർബയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാമായ ശാഫിഈ തങ്ങൾ പറയുകയാണ്, വലിസയ്യി അമലി മുലാഖിയാ. എന്റെ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഞാൻ കാണാൻ പോവുകയാ. വലികഅസിൽ മനിയത്തി ശാരിബാ. ഇതാ ഞാൻ മരണമെന്ന് പറയുന്ന പാനപാത്രം അത് കുടിക്കാൻ പോവുകയാ. അത് ഞാൻ ആസ്വദിക്കാൻ പോവുകയാ. മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാ. വഅലാ റബ്ബി വാരിദാ. എന്റെ പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാ. ഇത് പറഞ്ഞിട്ട് ഇമാം മുസ്നി റഹിമഹുല്ലയുടെ മുന്നിൽ വെച്ച് ഇമാം ശാഫിഈ തങ്ങൾ ഒരു കവിത ചൊല്ലുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത കടന്നു വന്നാൽ എത്ര വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹുവിന് പുറത്തു കൊടുക്കും, സംശയമില്ല. ഇമാമുനാ ശാഫി റഹിമഹുല്ല പറഞ്ഞതെന്തെന്നറിയോ? വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഇമാമുനാ ശാഫി റഹിമഹുല്ല പറയുകയാണ്, വലമ്മാ ഖസാ ഖൽബി വലാഖത് മദാഹിബി ജഅൽതു റജാ മിന്നി ലിഅഫ്വിക സുല്ലമാ. ഷാഫി ഇമാമിന്റെ വാക്കത്ര അർത്ഥവത്താണ്. ഷാഫി ഇമാം
എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ ഹൃദയം കഠിനമായി പോയപ്പോ, എന്റെ ഹൃദയത്തിന് യാതൊരു മയവുമില്ലാതായി പോയപ്പോൾ എന്റെ വഴികളെല്ലാം കുടുസായി പോയി. എന്റെ ജീവിതത്തിന്റെ പാതയും നഷ്ടപ്പെട്ടവനായി പാതയോരത്ത് ഞാൻ നിൽക്കുമ്പോ പടച്ചവനെ, നിന്റെ അഫുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷയുടെ ഏണി അങ്ങ് വെക്കുകയാ. നിന്റെ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷയുടെ ഏണി വെക്കുകയാ. തആലാമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാ. പക്ഷേ ആ തിന്മകളെ മുഴുവനും നിന്റെ അഫുവിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവച്ചപ്പോ അല്ലാഹുവേ, എന്റെ കൂമ്പാരമായിട്ടുള്ള പാപത്തിന്റെ കണക്കുകളല്ല, അതിന്റെ ഭാണ്ഡക്കെട്ടുകളല്ല, ഞാൻ കൊണ്ടുവന്ന് നിന്റെ അഫുവിന്റെ മുന്നിലേക്ക് വെച്ചൊന്ന് കമ്പയർ ചെയ്തപ്പോൾ, ഒന്ന് തുലനം ചെയ്തപ്പോൾ ബിഅഫ്വിക റബ്ബി കാന അഫ്വുക അഅ്ലമാ. എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാൽ പോലും എന്റെ പാപത്തെക്കാൾ നിന്റെ അഫ്വ് മുകളിലാ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അഫ്വിലേക്ക് ഞാനിതാ കോണിപ്പടി വെച്ചിരിക്കുകയാ. എന്റെ പാപത്തിൽ നിന്ന് എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ എല്ലാ പാതകളും കുടുസായി പോയപ്പോൾ നിന്നിലേക്ക് ഞാനിതാ അഫ്വിലേക്ക് ഏണി വെച്ച് ചാരിയിട്ട് കയറുകയാ. എന്റെ പാപങ്ങളെല്ലാം നിന്റെ അഫ്വിന്റെ മുമ്പിൽ വളരെ ചെറുതാണെന്ന് മനസ്സിലായി. പടച്ചവനെ, നീ ഇങ്ങനെ അഫ്വ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നീ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ മാപ്പ് ചോദിക്കാൻ ഒരു മടിയുമില്ല തമ്പുരാനെ. നീ ഒരുപാട് മാപ്പ് ചെയ്യുന്നവനാണ്. ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഷാഫി റഹിമഹുള്ളയാണെങ്കിൽ, എന്റെ തേവലക്കരയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പാപമാണ് എനിക്കല്ലാതെ സ്വർഗം കിട്ടില്ല, ഞാൻ നരകത്തിന്റെ അടിത്തട്ടിൽ തന്നെയാണ് നിസ്സംശയമെന്ന് ചിന്തിച്ചു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടാൻ പാടില്ല. ഒന്നാണ് ജീവിതത്തിൽ പാപങ്ങൾ എത്ര ചെയ്താലും നമ്മൾ നിരാശപ്പെടേണ്ട. ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ മുമ്പിൽ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, ഇവിടെ ഒരുത്തനെ കുത്തി മലർത്തി, എന്നിട്ട് നേരെ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു, എന്നിട്ട് കത്തി പോലീസ് സ്റ്റേഷനിൽ സർക്കിളിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയാ, ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നിരിക്കുക, പിടിച്ച് അപ്പോഴേ അകത്തിടും. അല്ലേ? അങ്ങനല്ലേ? ചവറയിൽ മാറ്റമുണ്ടോ? ദുനിയാവിൽ പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്. എന്നാൽ ഒരാളെ കൊന്നിട്ടോ, ഒരാളെ എന്ത് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഏത് പാപം ചെയ്തിട്ടോ, കള്ളു കുടിച്ചിട്ടോ, എന്ത് തെറ്റ് ചെയ്തിട്ടോ, അള്ളാന്റെ മുമ്പ് ചെന്നിട്ട് പറ, ഞാൻ തെറ്റ് ചെയ്തു തമ്പുരാനെ, എനിക്ക് മാപ്പ് ചോദിക്കാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഉള്ളത്? ഞാൻ എന്തുമാത്രം പാപങ്ങൾ ചെയ്താലും നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ എന്റെ പാപങ്ങൾ ഒന്നും വലുതല്ല തമ്പുരാനെ, എനിക്ക് നീയേ ഉള്ളു പുറത്തു തരാൻ, എന്നെ ഒരിക്കലും മാട്ടി ഓടിക്കരുത് എന്ന് പടച്ചവനോടൊരു വാക്ക് പറ, അള്ളാഹു ആ സെക്കൻഡ് പുറത്തു തരും. ദുനിയാവിൽ ശ്രദ്ധിച്ചിരിക്കണേ, 9 മണിക്ക് തുടങ്ങിയത് ഞാനല്ല, നിങ്ങളാ. എന്റെ ആഗ്രഹം 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിപ്പിക്കുന്ന ഒന്നാണ്. ഈ 10 മണിക്കും 11 മണിക്കും ഒക്കെ തുടങ്ങുന്ന സദസ്സിൽ പ്രസംഗിക്കാൻ വലിയ പ്രയാസമാണ്. ഈ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ വരുന്നല്ലോ, അടുത്ത മാസമോ ഈ മാസമൊക്കെ വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, നേരത്തെ തുടങ്ങണം, ഈ ആദത്തുകളൊന്നും മാറ്റണം. എന്താ സംഭവിക്കുന്നതെന്നറിയോ? 10 മണിക്ക് വാള് ഇരിക്കുന്നവരൊക്കെ നിപ്പ വൈറസ് പിടിച്ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക, കിറങ്ങിയിരിക്കുക, അരൗൺസ് അടിച്ചതുപോലെ. അങ്ങനെ ഇരുന്നാലുള്ള കുഴപ്പമെന്ന് അറിയാം, നമ്മൾ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടെ പ്രസംഗിക്കുക, നമ്മളും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കും. അപ്പൊ സംഭവിക്കുന്നത് എന്താ? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങും.
അപ്പൊ എനിക്ക് ഉറക്കം വരും, എങ്ങനെയും നിർത്തിയാൽ മതി എന്ന് തോന്നും. 7 മണിക്ക് ഇന്നലെ വർക്കലയിൽ 7 മണിക്ക് തുടങ്ങണം ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ എത്തിയപ്പോൾ 7:15 പോയി. പക്ഷെ 7 മണിക്ക് അവിടുത്തെ ഇമാമ് കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 7:15 ഞാൻ സ്റ്റേജിലോട്ട് കയറി പ്രസംഗം ആരംഭിച്ചു. 9 മണി 9:15 9:30 വരെ റാഹത്തായിട്ട് പ്രസംഗിച്ചു. നല്ല ടൈം അതാണ്. ആ ടൈമിൽ പ്രസംഗിച്ചുള്ള ഗുണം എന്തെന്നറിയോ? നന്നായിട്ട് ഹൃദയത്തിൽ അകത്തോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് പോയി ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ചവര് കഴിക്കാത്തവര് കഴിച്ചും കഴിച്ചവര് വീണ്ടും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ കിടന്ന സുബഹി കളാവൂല. ഇതെന്താ സംഭവിക്കുന്നത്? 10 മണിക്ക് വഴന്നു തുടങ്ങി 12 മണി വരെ വെച്ചങ്ങ് കീറലോട് കീറല. 12:30 മണി വരെ പിന്നെ അങ്ങോട്ട് ലിസ്റ്റ് വായന, ലേലം വിളി, പിരിവ്. 1 മണി വരെ ദുആ. അത് കഴിഞ്ഞിട്ട് അരമയക്കത്തിൽ പ്രസംഗിച്ച ഉസ്താദ് വണ്ടി കയറി അങ്ങോട്ട് കാലും വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് പോയി കഴിഞ്ഞാൽ സുബഹി നോ. ഉസ്താദിനും ഇല്ല, സംഘാടകര് പൈസ കണ്ടിട്ട് വീടെത്തുമ്പോ 3 മണിയാവും. ഒരൊറ്റ എണ്ണ സുബഹി നിസ്കരിക്കൂല. വഴല് കേട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞു, ആ കൊള്ളാം, മറ്റേ തിരക്കേടൊന്നും ഇല്ല, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിൽ പോയി അവരും ഒന്ന് കിടക്കുമ്പോ എഴുന്നേക്കുന്ന 9 മണിക്ക് സുന്നത്തായ വഴലിന് വേണ്ടി കിട്ടി എത്ര എണ്ണ സുബഹികളാക്കി. ഇതാരാ സമാധാനം പറയേണ്ടത്? സംഘാടകരല്ല, അത് പിന്നെ നാട്ടുകാർ പറയും. അപ്പൊ അതുകൊണ്ട് 7 മണിക്ക് തുടങ്ങണം. നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 9:15 തുടങ്ങി നിങ്ങളാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, മനുഷ്യനെ ക്ലേശത്തിൽ അല്ലാഹു പടച്ചുവെങ്കിൽ പാപത്തിന്റെ കൂമ്പാരങ്ങളുമായി ജീവിതത്തിൽ നട്ടം തിരിയുന്ന ഒരിക്കലും താൻ രക്ഷപ്പെടില്ല. എനിക്ക് അല്ലാഹു നരകമല്ലാതെ മറ്റൊന്നും തരില്ല എന്ന ആ ഒരു ദുശ്ചിന്തയോടെ തെറ്റിദ്ധാരണയോടെ കഴിയുന്നവന്റെ മുമ്പിൽ അല്ലാഹു ഇപ്പറയും വ്യക്തമായി പറയുന്നു, ഞാൻ എന്റെ ഹബീബിനെ വിളിച്ചതുപോലെ, എന്റെ മുത്തിനെ ഞാൻ വിളിച്ചതുപോലെ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. യാ ഇബാദി, എന്റെ പൊന്നുദാസന്മാരെ, നിങ്ങൾ പാപത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. നിങ്ങൾ എന്ത് തെറ്റോ ചെയ്തോട്ടെ, കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. ഇതാരുടെ പാട്ടാ? മാർക്കോസിന്റെ അല്ലേ? തഴവാവസ്ഥ. അള്ളാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എത്ര വലിയ പാപോ, എന്ത് പാപോ ചെയ്. നമ്മൾ കരുതുന്ന എന്താ? മഹാന്മാരൊക്കെ ഒരുപാട് മഹാന്മാരെ പരിചയമുള്ള ഒരു മനുഷ്യനാണ് മുഹമ്മദ് കുഞ്ഞ് ഗനീമി ഉസ്താദ്. ഒരുപാട് മഹാന്മാരെ എനിക്കറിയുന്ന, പിന്നെ എന്നോട് പറയാത്ത കുറെ പേര് വേറെ ഉണ്ടാവുന്ന വിശ്വാസം. കാരണം ഒരാളെല്ലാം തുറന്നു പറയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാർ, അവര് മഹാന്മാരായത് ഉമ്മ പ്രസവിച്ചപ്പോ അങ്ങനെ അങ്ങോട്ട് മഹാനായതല്ല. നാട്ടില് എവിടെ മോഷണം പോയാലും എല്ലാരും പറയുന്നതാ, അവനാ മോട്ടിച്ചത്. ഒരു കള്ളൻ ഉണ്ടായിരുന്നു, പെരുങ്കള്ളൻ. നാട്ടിൽ ആര് മോഷണം നടത്തിയാലും പറയുന്നത് അവനാണ്. അയാള് മോഷ്ടിച്ച സാധനങ്ങളുമായിട്ട് മതില് കയറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലിരുന്ന ഒരാള് ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതുമ്പോൾ അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാഹനെ പേടിക്കാൻ സമയമായില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യനിങ്ങനെ വിറയല് പിടിച്ചു. അയാൾ മോഷ്ടിച്ച സാധനങ്ങൾ, തൊണ്ടി മുതലുകളെല്ലാം വലിച്ചൊരൊറ്റേറ് അയാൾ അവിടെ നിന്ന് നാട് വിട്ടു. കാരണം നാട്ടിൽ നിന്നാൽ വീണ്ടും പെരുങ്കള്ളൻ തന്നെ. എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ, എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്നത് പോലെ വീണ്ടും തെറ്റുകാരനാക്കിക്കൊണ്ടേയിരിക്കും. ആ മനുഷ്യൻ അവിടെ നിന്ന് നാട് വിട്ടു 10 വർഷം കഴിഞ്ഞ അയാൾ തിരിച്ചു വരികയാണ്. ആ 10 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ദാടിരോമങ്ങൾ നെഞ്ചറ്റം വരെ ദാടിരോമങ്ങളായി, നമസ്കാരത്തഴമ്പായി, കയ്യിൽ ജപമാലയായി. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഅരിഫത്ത് തൊട്ടറിയാൻ തുടങ്ങി, മുറാഖബയിലായി. ആ മനുഷ്യൻ അള്ളാഹുവിനെ ഖൽവത്തിലിരുന്നു കൊണ്ട്, ഒറ്റക്കിരുന്നു കൊണ്ട് കരഞ്ഞ് അള്ളാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മാറി. ആ പെരുങ്കള്ളനായ ജീവിതം നയിച്ചിരുന്ന അവസാനം നാടുവിട്ട മനുഷ്യന്റെ പേരെങ്ങാന തേവലക്കരയുടെ മണ്ണില്, അലവി കുഞ്ഞു മൗലവിയുടെ മണ്ണില്, ഈ പരിശുദ്ധമായ തേവലക്കര എന്ന മുസ്ലിം നറുമണമുള്ള മണ്ണില് ഇവിടെ നിന്നെങ്ങാന ഞാനൊന്നു പറഞ്ഞ
ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുടെയും ചുണ്ടിൽ അറിയാതെ പറഞ്ഞു പോകും റളിയല്ലാഹു അൻഹു. ആരായിരുന്നു ആ പെരുങ്കള്ളനെന്നറിയോ? മഹാനായ സയ്യിദുനാ ഫുളൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മുട്ടടി പാവാട ഉടുത്തുകൊണ്ട് ക്ലബ്ബിൽ നിശാ ക്ലബ്ബുകളിൽ വരുന്നവർക്ക് കല്ലൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തിയിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയി പാട്ടുപാടിയൊരു പെണ്ണുണ്ടായിരുന്നു. ഒരു നിമിഷം അവള് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്നത്? എനിക്കൊരു കാമുകൻ വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അവളൊരു കാമുകനെ തിരഞ്ഞെടുത്തു. ആ കാമുകനെ തിരഞ്ഞെടുത്തപ്പോൾ രാത്രികൾ ആ കാമുകന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി. ആ കാമുകനെ ഇഷ്ടപ്പെട്ടു. ആ കാമുകന് വേണ്ടി ഭക്ഷണം കുറച്ചു, ഉറക്കം കുറച്ചു, വെള്ളം കുറച്ചു. അവസാനം ഭ്രാന്തികളെ പോലെയായി മാറി. നിരാശാ കാമുകിയായ ആ പെണ്ണ് പാതിരാത്രികളിൽ പാട്ടുപാടി, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പ്രേമവാചനത്തിന് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? നമ്മൾ ഒരാളെ സ്നേഹിച്ചു പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടൂലേ? അവര് ഉറങ്ങിയോ? അവര് ഭക്ഷണം കഴിച്ചോ? അവര് വെള്ളം കുടിച്ചോ? അവരെങ്ങനെയാണ് സുഖമായിരിക്കുന്നോ? ഈ ഒരു ചിന്തയിൽ പിന്നെ നമ്മളുടെ ഉറക്കം മുഴുവനും കെട്ടുപോകുമല്ലോ. പിന്നെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ വരുമല്ലോ. പലപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. കാരണം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മുഴുവനും സ്നേഹിക്കുന്നവരാണ്, പ്രേമിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാ. ഈ പെണ്ണിന്റെയും അവസ്ഥ അത് തന്നെ. പാതിരാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പറയാൻ തുടങ്ങി, അത്ഭുതം അത്ഭുതം, എങ്ങനെയാണ് പ്രേമവാദനത്തിന് ഉറങ്ങാൻ കഴിയുക? ഉറക്കം വരൂലല്ലോ ഒരു സ്നേഹിതന് തന്റെ സ്നേഹിതയെ ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉറക്കം മാറ്റിവെച്ചു എന്ന് പറഞ്ഞു. ആ പെണ്ണ് കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെയാണ് പ്രേമിച്ചതെന്നറിയോ? സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവാധിനാഥനായ സർവഗുണസമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ് പ്രണയിച്ചത്. ആ പെൺകുട്ടിയാണ് തുടക്കത്തിൽ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കല്ലൊഴിച്ചു കൊടുത്തിട്ട് നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയിരുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പേരും ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ആരാണ് ആ പെണ്ണെന്നറിയോ? ബീബി റാബിയത്തുൽ അദബിയ്യ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്കു പുസ്തകത്തിൽ കറുത്ത അധ്യായങ്ങൾ കാണുമ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരാ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരെ, ഇല്ല, പടച്ചവൻ പറയുന്നു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ എന്ത് ചെയ്താലും അല്ലാഹുവിലേക്ക് മടങ്ങുക. പക്ഷെ അത് ആവർത്തിക്കരുത്. ദുനിയാവിലൊരു പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്. അള്ളാന്റെ മുമ്പിലാണെങ്കിൽ രക്ഷ ഉറപ്പ്. മാത്രമല്ല, അള്ളാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആനയെ പേടിയാണ്. ചില ആളുകൾക്ക് ആനയുടെ പടം കണ്ടാൽ പേടിയാണ്. ചിലർക്ക് കുഴിയാനെ കണ്ടാൽ തന്നെ പേടിയാണ്. ചിലർക്ക് പാമ്പിനെ പേടിയാണ്. ചിലർക്ക് രാത്രി പോകാൻ പേടിയാണ്. ചിലർക്ക് പുലിയെ പേടിയാണ്. ചിലർക്ക് പൂച്ചയെ തന്നെ പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമുക്കിപ്പോ ഒരു പട്ടിയെ പേടിയാണെന്നിരിക്കട്ടെ, പട്ടിയെ പേടിക്കുന്ന ഒരാൾ എന്താ ചെയ്യാ? പറ. വിഷം വയ്ക്കോ? പെണ്ണുമ്പിള്ള കേക്കരുത്. ഏത് പട്ടിക്ക് വേണ്ടി വാദിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് കേക്കല്ലേ, കൊണ്ടുപോകും. പട്ടിയെ പേടിയാണെങ്കിൽ നമ്മൾ പട്ടിയെ കാണുമ്പോ ഓടൂല്ലേ? അള്ളാഹയെ പേടിയാണെങ്കിലോ? ഏതൊന്നിനെ നമ്മൾ പേടിക്കുമോ അതിൽ നിന്ന് ഓടി ഒളിക്കും. ഇല്ല മൻ, ഒരാളോടുള്ള പേടി ഒഴിച്ച്. അള്ളാഹുവിനെ പേടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അങ്ങോട്ട് ഓടി ചെല്ലുള്ളൂ. അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും പേടിക്കുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഓടും. അള്ളാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹുലേക്ക് അങ്ങ് ഓടും. അതാണ് മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്, ഞാൻ പാവങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷെ ഞാൻ ഏണി വെച്ച് നിന്റെ അടുത്തേക്ക് വരാൻ പോവാ, നിന്റെ അഫുവിലേക്ക്. ഞാൻ ഒത്തിരി പാപം ചെയ്തു, പക്ഷെ ആ പാപങ്ങളെ ഞാൻ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നിന്റെ അഫുവ്, നിന്റെ മാപ്പിന്റെ മുമ്പിൽ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോ, അല്ലാഹുവേ നിന്റെ അഫ്വാണ് അഅ്ലം, അതുകൊണ്ട് എനിക്ക് നിരാശയില്ല എന്ന് പറഞ്ഞിട്ട് മരണക്കിടക്കയിൽ മുസ്നി ഇമാമിനോട് ശാഫിഈ റളിയല്ലാഹു തആല അൻഹു സങ്കടം പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരാ,
ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഒരു മനുഷ്യൻ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം പാപങ്ങളാണ്.